ആളുടെ നമ്പർ ഒന്ന് പറയാമോ? അഡ്വർടൈസ്മെന്റ്സ്, അതായത് നിങ്ങളുടെ പരസ്യങ്ങളൊക്കെ. ഞാൻ ഏറ്റുമാനായിരുന്നാണ് വിളിക്കുന്നത്. ഒരു കാര്യം പറയാൻ വേണ്ടിയായിരുന്നേ. അതായത് ഈ പരസ്യങ്ങളുടെ ഇടയ്ക്ക് മറ്റേ സർക്കാർ പരസ്യം ഉണ്ടല്ലോ, ഇപ്പോൾ മറ്റേ സ്റ്റീഫൻ ഡേവിസിയുടെ ഒരു വലിയ പാട്ടോടുകൂടി ഒരു പരസ്യം ഉണ്ടല്ലോ, 2 മിനിറ്റിൽ ഡ്യൂറേഷനുള്ള ഒരു പരസ്യം. ആ പരസ്യം അത് പരസ്യമാണെന്നുള്ളത് നിങ്ങൾക്ക് ആഡിൻ്റെ കൂടെ എന്തുകൊണ്ടാണ് നിങ്ങൾ ആഡ് ചെയ്യാത്തത്? അതൊരു ആഡാണല്ലോ. അതായത് ഈ സ്റ്റീഫൻ ഡേവിസ്, ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് മനസ്സിലായോ? സ്റ്റീഫൻ ഡേവിസിയുടെ ഒരു പാട്ടോട് കൂടിയ ഒരു പരസ്യം ഉണ്ടല്ലോ, സർക്കാരിൻ്റെ ഒരു അതെ ഞാൻ ചോദിക്കുന്നത്. അപ്പം ഈ അഡ്വർടൈസ്മെന്റ്സ് മാനേജ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവുമല്ലോ, അതായത് നിങ്ങൾ എയർ ചെയ്യുന്ന അഡ്വർടൈസ്മെന്റ്സ് മാനേജ് ചെയ്യുന്ന ഒരാളുണ്ടാവുമല്ലോ. ആ വ്യക്തിയുടെ നമ്പർ ഒന്ന് പറയാമോ? എനിക്ക് നേരിട്ടൊന്ന് സംസാരിക്കാനായിരുന്നു. അതായത് ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് മനസ്സിലായോ? സ്റ്റീഫൻ ഡേവിസിയുടെ ഒരു പരസ്യം ഇപ്പോൾ റൺ ചെയ്യുന്നുണ്ടല്ലോ. അതായത് അതൊരു സർക്കാർ പരസ്യമാണല്ലോ. അതായത് പൊതുപണത്തിൽ നിന്ന് പൈസ എടുത്തിട്ട് സർക്കാർ അവരുടെ PR ടീം ഉണ്ടാക്കിയ ഒരു പരസ്യമാണത്. അത് നിങ്ങൾ ഈ വാർത്തയുടെ ഇടയ്ക്കും മറ്റ് ചർച്ചയുടെ ഇടയ്ക്കും ഒക്കെ നിങ്ങളത് പ്ലേ ചെയ്യുന്നുണ്ടല്ലോ, വളരെ ഡ്യൂറേഷനോട് കൂടി. 1 മിനിറ്റിൽ കൂടുതൽ ഡ്യൂറേഷനോട് കൂടിയാണ് പലപ്പോഴും അത് പ്ലേ ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് പറയുന്ന പല കാര്യങ്ങളും ശുദ്ധ നുണയാണെന്നുള്ളത് കേൾക്കുന്ന ആർക്കും അറിയാം. അപ്പോൾ അത് നിങ്ങൾ അതിൻ്റെ കൂടെ അതൊരു പെയ്ഡ് പ്രൊമോഷൻ അല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റ് എന്നൊരു ടാഗ് അതിൻ്റെ കൂടെ ഇടേണ്ടതല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അത് കൊമേഴ്ഷ്യലാണെന്ന് കാണുമ്പോൾ ആർക്കും മനസ്സിലാവുമല്ലോ. പക്ഷെ ഇത് കാണുമ്പോൾ ഇത് വിശ്വസിക്കുന്ന ആളുകളും ഉണ്ട്. അത് മറ്റേത് കാണുന്നത് ആഡാന്നുള്ളത് ആർക്കും മനസ്സിലാവും. അത് തെറ്റാ. അത് നിങ്ങൾ മാധ്യമങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ജനങ്ങളോടൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട് നിങ്ങൾക്ക്. നിങ്ങൾ പൈസയ്ക്ക് വേണ്ടി മാത്രം ഇങ്ങനെ ഇറങ്ങി പുറപ്പെടുന്ന ഒരു രീതി അത്ര നല്ലതല്ല. അത് നല്ല ജനങ്ങളെ അത് വിശ്വസിക്കുന്ന പാവം ജനങ്ങളും ഉണ്ടെന്നില്ലോ ഈ കേരളത്തിൽ. കാരണം അത് നിങ്ങൾ ഇതിന് കൂട്ടി നിൽക്കുന്നത് തെറ്റല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇതൊരു പെയ്ഡ് പ്രൊമോഷനാണ്? ഇപ്പം നമ്മളിപ്പോൾ യൂട്യൂബിൽ, ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഞാനൊരു സിമ്പിൾ ചോദ്യം ചോദിക്കാം. യൂട്യൂബിൽ ഇങ്ങനെ കൊളാബൊക്കെ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ യൂട്യൂബിൽ, അല്ലേ? അത് യൂട്യൂബ് വളരെ മാൻഡേറ്ററി ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ് പെയ്ഡ്. ഇറ്റ്സ് പെയ്ഡ് എന്ന് പറഞ്ഞ ആ ലോഗോ അതിനകത്ത് ആഡ് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പൊ അല്ല അപ്പം യൂട്യൂബ്, അതാ ഞാൻ പറയുന്നത്. അത് ചെയ്യേണ്ടതിന്റെ ആവശ്യകത എന്താണ്? ജനങ്ങൾക്ക് ഒരു അവയർനെസ് കൊടുക്കണം. കാരണം ഈ പറയുന്നതൊക്കെ സർക്കാരിന്റെ പണം കിട്ടിയിട്ട് നിങ്ങൾ ചെയ്യുന്ന ഒരു പരസ്യമാണെന്ന്. അത് നിങ്ങൾ അപ്പൊ അത് പരസ്യമാണെന്ന് നിങ്ങളും അംഗീകരിക്കുന്നുണ്ടല്ലോ. അതായത് പൈസ മേടിച്ചിട്ട് നിങ്ങൾ ഇടുന്ന ഒരു സംഭവമാണല്ലോ, അല്ലേ? അതാ ഞാൻ പറഞ്ഞത്. സാധാരണ അതെ. അപ്പൊ നോർമൽ ഇപ്പൊ ഒരു ലെക്സിന്റെ പരസ്യമാണെങ്കിൽ അത് പരസ്യമാണെന്ന് കാണുന്ന ആർക്കും മനസ്സിലാവും. പക്ഷെ ഇത് പക്ഷെ അങ്ങനെയല്ല. ഇതെന്ന് പറയുന്നത് നിങ്ങൾ വളരെ നോർമലായിട്ട് കാണിക്കുന്ന ഒരു സംഭവമാണ്. വളരെ നോർമൽ രീതിയിൽ ഒരു ചർച്ചയുടെ ഇടയ്ക്കോ അതാ പറയുന്നത്. അതാ ഞാൻ പറയുന്നത്. ഓരോ വ്യക്തികളെ അപ്പം നിങ്ങൾ അതിനൊരു പോസിബിലിറ്റി കൊടുക്കുവാണ്. ഈ കള്ളത്തരങ്ങൾ പ്രചരിപ്പിക്കാൻ ഒരു മീഡിയമായിട്ട് നിങ്ങൾ ഈ സർക്കാരിൻ്റെ ഒരു PR ടീമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് തെറ്റാണെന്നാണ് പറയുന്നത്. നിങ്ങൾക്കൊരു മാധ്യമധർമ്മം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. നിങ്ങളിത് ചെയ്യുന്നത് ശരിയാണോ? നിങ്ങളിത് ചെയ്യുന്നത് തെറ്റാണ്. അത് അത് ക്വയറ്റ് നാച്ചുറൽ ആണെന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ സാധിക്കുന്നു? അത് നിങ്ങൾ ജനാധിപത്യത്തിലെ 4ാം തൂണാണ് മാധ്യമങ്ങൾ എന്ന് പറയുന്നത്. ഈ ഞാൻ പറഞ്ഞല്ലോ, ഇതിപ്പോ കണ്ടത് ഞാൻ നിങ്ങളുടെ ഒരു പ്രേക്ഷകനാണ്. ഞാൻ മനോരമ, മാതൃഭൂമി അതിൽ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഞാൻ വിളിക്കും. അതിൽ ഞാൻ നിങ്ങളുടെ ഒരു പ്രേക്ഷകനായതുകൊണ്ടാണ് നിങ്ങളെ വിളിക്കുന്നത്. ഞാൻ റിപ്പോർട്ടറിന്റെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നിങ്ങളുടെ ഒരു പ്രേക്ഷകനാണ്. നിങ്ങളുടെ ചാനലിൽ കണ്ടു. അത് നിങ്ങൾ വേറെ മാധ്യമങ്ങളുടെ കൊണ്ട് ബ്ലെയിം ചെയ്യുന്നത് എന്തിനാണ്? നിങ്ങളുടെ മാധ്യമത്തിൽ അപ്പൊ നിങ്ങളൊരു മാധ്യമ പ്രവർത്തകനാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങളൊരു റിപ്പോർട്ടറല്ലേ? അല്ല, നിങ്ങളൊരു മാധ്യമ പ്രവർത്തകനാണോ? ഞാനിപ്പോ സംസാരിക്കുന്ന ഒരു മാധ്യമ എന്ത് സംശയം? ഇട്ട് തന്നേക്കാം. ഓക്കെ.